ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തണ്ണിമത്തൻ്റെ തോട് വെച്ചിട്ടുള്ള ഒരു തോരനാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു പാനിലൊരു എണ്ണ ഒഴിച്ച് കടുകിട്ട് അത് പൊട്ടി. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അത് കുറച്ചൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നീട് എന്താണ് ചേർക്കുന്നത്, ഒരു 2-3 പത്തലമുളക്, ഉണക്കമുളക് ചേർക്കുക. പിന്നീട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അടുത്തത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങയല്ലല്ലോ ഇത് എന്താണ് നമ്മുടെ സവോള ഇട്ടുക. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് നമ്മൾ ഇളക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ഇടുക, ചെറുതായിട്ട് അരിഞ്ഞിച്ച പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതൊന്ന് വഴന്ന് വരുന്നിടം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഇടാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇതൊന്നും പറയുന്നില്ല, കുറച്ച് ഓരോ ടേബിൾ സ്പൂൺ ഇട്ടോളൂ, ടീസ്പൂൺ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ അത്രയിട്ട് നന്നായിട്ട് അത് നന്നായിട്ട് പച്ചമണം മാറുന്നതനുസരിച്ച് നമ്മൾ അത്ര ഇളക്കുക. പിന്നെ കുറച്ച് ജീരകം ഇടുക, പിന്നെ കുറച്ച് കോക്കനട്ട് കൂടി ഇടുക. നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന എന്താണത്, കോക്കനട്ട് ഇട്ട് നന്നായി ചെറുപതി ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ തണ്ണിമത്തൻ്റെ തോടാട്ടോ, വെറുതെ വേസ്റ്റാക്കി കളയാതെ നമ്മളത് നന്നായിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചോളൂ. നന്നായിട്ട് ഇളക്കി നമ്മൾ കുറച്ച് നേരം അത് വേകാനായിട്ട് വെക്കുക. ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതുപോലെ നല്ല സൂപ്പറായിട്ടുള്ള തണ്ണിമത്തൻ തോരൻ റെഡി.